എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ടുള്ളൊരു ഓംലെറ്റിൻ്റെ റെസിപ്പി നോക്കാം. ഓംലെറ്റ് എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നതാണ്. പലരും പല രീതിയിൽ പല ഇൻഗ്രീഡിയൻസ് അതിൽ ചേർക്കാറുണ്ട്. ഇന്ന് ഞാനൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ട് ഈ ഓംലെറ്റ് ഒന്നുകൂടി ഒന്ന് ടേസ്റ്റി ആക്കുകയാണ്. അപ്പോൾ ഇതുവരെ ഇത് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അധികം താമസിയാതെ ഈ സ്പെഷ്യൽ ഓംലെറ്റ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഇവിടെ ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ്. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുക്കാതെ കുറച്ച് നേരം പുറത്ത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് പതഞ്ഞു വരും. ഒരു ഫോർക്ക് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പൊടിയായിട്ട് അരിഞ്ഞ ഒരു ചെറിയ സവാളയാണ്. വളരെ പൊടിയായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. സവാള കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് എരിക്ക് വേണ്ട ആവശ്യത്തിനുള്ള പച്ചമുളക് അല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുത്താൽ നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടിപ്പോകരുത്. ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് ഉരുളക്കിഴങ്ങാണിത്. ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് തൊലി കളഞ്ഞിട്ട് ഉടച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഈ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഓംലെറ്റ് നല്ല സോഫ്റ്റ് ആകും. അതുപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. ഇനി നമുക്കിത് ഓംലെറ്റ് ആക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഇവിടെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണയൊന്ന് തൂത്തും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ഓംലെറ്റിലേക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ചീസ് കൂടി ഗ്രേറ്റ് ചെയ്ത് ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഇതിൽ വേണമെങ്കിൽ കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. അടച്ചു വെച്ചിട്ടാണ് ഇത് വേവിക്കേണ്ടത്. ഇത് സൂക്ഷിച്ച് തന്നെ മറിച്ചിട്ട് കൊടുക്കുക. കാരണം ഉരുളക്കിഴങ്ങ് ചേർക്കുന്നതുകൊണ്ട് ഈ ഓംലെറ്റ് വളരെ സോഫ്റ്റാണ്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് തന്നെ ഇത് മറിച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക. വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഓംലെറ്റ് 2 സൈഡും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പൊട്ടറ്റോ ഒക്കെ ചേർത്തിട്ടുള്ള ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് ഒരു നേരത്തെ ആഹാരമായിട്ട് കൊടുക്കാവുന്നതാണ്. മുതിർന്നവർക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഓംലെറ്റാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഓംലെറ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ലൊരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് ആയിട്ടൊക്കെ കൊടുത്തു വിടാനും പറ്റിയ നല്ലൊരു ഓംലെറ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം. താങ്ക് യു.